നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, എൻ്റെ സൗണ്ട് അത്ര ശരിയല്ല. ചെറിയ റീഡിംഗ് ആണ് എടുക്കുന്നത്. ആക്ച്വലി പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓൾറെഡി മുന്നോട്ടുള്ള 2-3 ദിവസത്തെ ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അനൗൺസ് ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. സോ എനിവേ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. റീഡിങ്സ് ബുക്കിംഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതായത് അവർ ലൈക്ക് ഒരു സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ്, അവരുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുള്ള സ്ഥാനം, അത് അങ്ങനെ ചോദിക്കാം അല്ലേ. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, നിങ്ങൾ അതിന് ഈ ഒരു ബന്ധത്തിന് അവരെത്ര ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം എന്നൊന്ന് നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആൻഡ് 6 of Cups, 7 of Pentacles, 3 of Pentacles and Page of Pentacles. Okay. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, ഫസ്റ്റ് തന്നെ പറയാം ദാറ്റ് നിങ്ങളുടെ കണക്ഷൻ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് അവർ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല ഒരു ഹൈലി ഇവോൾവ് രീതിയിലാണ് അവർ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഓക്കെ, വെറും ഒരു കണക്ഷൻ അല്ല. എനിക്ക് എവിടെയോ നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വൽ ആയിട്ട് ഒരു ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണക്ഷനായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. മേ ബി നിങ്ങൾ ചിലവർ ഓൾറെഡി ടാരോ റീഡേഴ്സ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. രേക്കിയോ അങ്ങനത്തെ എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പിരിച്വൽ പവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം. സ്പിരിച്വലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. കൂടുതൽ പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. സോ ഇവിടെ നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് പറയാം. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അല്ലാതെ ഒരു സാധാരണ ഒരു കണക്ഷൻ പോലെയല്ല. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നത്. 6 of Cups ആണ്. സോ 6 of Cups പറയുന്നത് അവർക്ക് ഒരു ലൈക്ക് എവിടെയോ ജന്മബന്ധം നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ തന്നെ ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരും ലോയലാണ് എന്നും പറയാം. അതായത് അവർക്ക് നിങ്ങളോട് ഉള്ള സ്നേഹം, ഓക്കെ, അവർക്കൊരു ശരിക്കും സത്യമായ ഒരു സ്നേഹമാണ് അവരുടെ ഉള്ളിൽ. എൻ്റെ ഇവിടെ റിലേഷൻഷിപ്പിൽ അവർ മുന്നോട്ട് എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ഇവിടെ നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് കാണുന്നത്. സോ ദാറ്റ് ഇസ് ദ മെയിൻ തിങ് അല്ലേ. നമുക്ക് ഞാനിവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്, ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എഫർട്ട് ഇടാൻ തീർച്ചയായിട്ടും അവർ തയ്യാറാണ്. ഓക്കെ, ബട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളൊരു പുതിയ ബന്ധമായിരിക്കാം ഇത്, അല്ലെങ്കിൽ നിങ്ങളൊരു പാസ്റ്റ് കണക്ഷൻ ആണെങ്കിലും മേ ബി ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആയതായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, ഇവിടെ ഒരു പാസ്റ്റ് കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം ചിലപ്പോൾ വരുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ ഇവിടെ ആ റിലേഷൻഷിപ്പിൽ എഫർട്ട് ഇടാൻ അവർക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഇവിടെ 7 of Pentacles കാണുന്നത് അഗെയിൻ ഇവിടെ ഉണ്ട്. കുറച്ച് ലോങ് ടേം ആയിട്ട് ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചായിട്ട് നടക്കുന്നുണ്ട്. ബട്ട് മേ ബി ഒരു ബ്രേക്ക് വന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. 8 of Cups ഉണ്ടായിരുന്നു. സോ മേ ബി ഒരു വോക്ക് അവേ എനർജി കാണുന്നുണ്ട്. സോ അവർ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. എനിക്ക് തിരിച്ചു വരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുക എന്നാലോചിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നമുക്ക് അട്രാക്ഷൻ എന്ന രീതിക്കും പറയാം. നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് അവരും ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് എന്താവും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. മീൻസ് ആഗ്രഹമുണ്ട് അവർക്ക് എന്തായാലും. ഓക്കെ, 10 of Wands, 10 of Pentacles and 8 of Wands. വാ അവർ ലൈഫിൽ ഓക്കെ നിങ്ങളെ കാണുന്ന സ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് അവർക്ക് ഒരുപാട് ബേർഡൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് ഭാരങ്ങളായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഒരു ലൈഫിൻ്റെ പല കാര്യങ്ങളായിരിക്കാം, ജോലിയിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, പല കാര്യങ്ങളും അവർക്ക് സ്ട്രെസ് ഉണ്ടാവാം. ബട്ട് എവിടെയോ ഐ തിങ്ക് അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അവർക്കൊരു സപ്പോർട്ടാണ്. ഓക്കെ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ എവിടെയോ ഒന്ന് അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് നിങ്ങളാണ്. 8 of Wands ഉണ്ട്. സോ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ലേശം ബൗണ്ടറി വെച്ച് നിൽക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഫീലിങ്സ് ഉണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്, ഫീലിങ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളെ കാണുന്ന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് അവർക്കൊരു അവരുടെ ലൈഫിൽ ഒരു പീസ്ഫുൾ, ഒരു നല്ലൊരു ഫ്രണ്ട്, ഒരു നല്ലൊരു സപ്പോർട്ടർ, എല്ലാ രീതിക്കുമാണ് അവർ കാണുന്നത്. നിങ്ങൾ അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഒരു 1 കാർഡ് ഐ തിങ്ക് ലെറ്റ് മീ ടേക്ക്. ഒരു മനസ്സിലെ ഫീലിങ്സ്, അതായത് നമ്മൾ പറയുക ഫീലിങ്സിൽ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം എന്താണ്, അങ്ങനെ കൂടി നോക്കാം.
2 of Pentacles, 8 of Cups, Queen of Swords എനർജി. ആൻഡ് ഇവിടെ ലവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അത് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എനർജി എനിക്ക് കാണുന്നുണ്ട്. സെപ്പറേഷൻ്റെ ആ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കാണാം. ബട്ട് ഇപ്പോൾ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. ഐ തിങ്ക് അവർക്കൊരു നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു പേഴ്സൺ എന്ന രീതിക്കാണ് അവർ കാണുന്നത്. ഓക്കെ, അവർ തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഐ തിങ്ക് വേറെയും ഓപ്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ ചൂസ് ചെയ്യാൻ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ബട്ട് അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജിയാണ്. സോ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം തീർച്ചയായിട്ടും ഒരു സ്നേഹത്തോടെയുള്ള ഒരു എനർജിയാണ്. എൻ്റെ ഈ റിലേഷൻഷിപ്പ് ഐ തിങ്ക് നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആണ് എന്നും അവർ കരുതുന്നുണ്ട്. Gossip, looking for signs, spiritual guidance triggered. Okay, healing, ഹാർമണി. ഓക്കെ, ഫ്രഷ് സ്റ്റാർട്ട്. യെസ്, ഞാൻ പറഞ്ഞിരുന്നു അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളെ അവരൊരു ഫാമിലി പോലെ തന്നെയാണ് ഓൾറെഡി കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡൊക്കെ ആണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് അവർക്ക് വേണം എന്ന് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരങ്ങനെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയോ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനുള്ള അവസരം വരും. അല്ലപ്പോൾ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഹസ്ബൻഡ് വൈഫ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് വരും തീർച്ചയായിട്ടും. ഓക്കെ, പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വന്നത് ഗോസിപ്പ് ആയിരിക്കാം. ആരെങ്കിലും നിങ്ങളെ പറ്റി എന്തെങ്കിലും ഇടയിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരിക്കാം. ഇവിടെ ട്രിഗേർഡ് എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു ട്രിഗർ വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, അവരുടെ ഭാഗത്തായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ക്ലാഷ് വരാൻ, കോൺഫ്ലിക്റ്റ് വരാനുള്ള രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതിപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, ഫാമിലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ആയിരിക്കാം. സോ സംതിങ് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം വന്നിരുന്നു. ബട്ട് ഇപ്പോൾ ഓക്കെ, ഇവിടെ ലുക്കിംഗ് ഫോർ സയൻസ് കാണുന്നുണ്ട്. ഓപ്പൺ ടു സ്പിരിച്വൽ ഗൈഡൻസ്, വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദ ട്രൂത്ത്, ട്രസ്റ്റിംഗ് യുവർ ഗട്ട് ഫീലിംഗ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്പിരിച്വൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ അതാ പറഞ്ഞു, അവർ നിങ്ങളുമായിട്ടൊരു സ്പിരിച്വലി കണക്റ്റഡ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അകന്ന് നിന്നാലും എവിടെയോ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്പിരിച്വലായ ദൈവം തന്നെ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അവരും ആക്ച്വലി എവിടെയോ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, തിരിച്ചു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹീലിംഗ് വരുന്നുണ്ട് ഇവിടെ. ബീയിങ് മൈൻഡ്ഫുൾ, റിലീസിങ് ഇമോഷണൽ ബാഗേജ്, ക്ലിയറിംഗ് സ്പേസ്. യെസ്, ഹീലിംഗ് വരും നിങ്ങളുടെ ഇടയിൽ, പേടിക്കേണ്ട. ഓക്കെ, നിങ്ങളും പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ഭാഗത്തുള്ള ചെയ്യാനുള്ള ഹീലിംഗ് നിങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്താ വേണ്ടത് നോക്കുക, സെൽഫ് ലവിലേക്ക് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എൻ്റെ ഇവിടെ ഹാർമണി വരും, ഹീലിംഗ് വരും എന്നാണ്. വർക്കിംഗ് വെൽ ടുഗെദർ, ബീങ് ഇൻ ട്യൂൺ, ബിൽഡിംഗ് ഡീപ്പ് ട്രൂത്ത്സ്. ഓക്കെ, ബിൽഡിംഗ് ഡീപ്പ് ട്രസ്റ്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തമ്മിൽ ഹീലിംഗ് വരും, ഹാർമണി വരും. ഓക്കെ, പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ്. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം എന്തായാലും. ഓക്കെ, അവർ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനം തരുന്നുണ്ട് അവരുടെ ലൈഫിൽ. ശരിക്കും നമ്മൾ സ്ട്രെസ്സിലൊക്കെ നമ്മൾ പറയില്ലേ, ഏറ്റവും അധികം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒരുപാട് ബേർഡൻസ് വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഓക്കെ, ആ ബേർഡനിലും പക്ഷെ നിങ്ങളെ കാണുന്നത് അവരൊരു നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി മെമ്പർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, ആ രീതിക്കാണ്. ആൻഡ് ശരിക്കും ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്കൊരു സ്ഥാനം തരിക എന്നാണ്. മറ്റുള്ള എല്ലാവരുടെ അടുത്തും നമ്മൾ നമ്മുടെ വിഷമങ്ങളും ഇതും പറഞ്ഞു പോവില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികളൊക്കെ ആകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു ആക്ച്വൽ റിലേഷൻഷിപ്പ് അല്ലേ, അങ്ങനെ നമ്മൾ പറയില്ലേ, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൂടെ നിൽക്കുമ്പോഴാണ് നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ആവുന്നത്. ഓക്കെ, സോ ഇവിടെ അങ്ങനെയാണ് അവർ കാണുന്നത്. ഇവിടെ ലവേഴ്സ് എനർജി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സോ യെസ്, അവരെ നിങ്ങളെ കാണുന്നത് ആസ് അവരുടെ ലൈഫിലെ ഒരു എന്താ പറയുക, പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ആ സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ആൻഡ് എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.